ഹലോ. ആ എമ്പുരാനാ കളക്ഷനാ? അത് 10-30 കോടി രൂപ ആയിക്കാണ്. 200 കോടിയാ? അതപ്പം 5 ദിവസം കൊണ്ടാ പോടാ. നീ വല്ല സ്വപ്നവും കണ്ടായിരിക്കും. ഷേ ഡിഗ്രേഡിങ് ഒന്നും ഏറ്റില്ലേ? അടേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? ഓ ഇനിയിപ്പോൾ അതിനെ നടക്കുള്ളൂ, പ്രൊമോഷൻ ചെയ്യാം. അടേ മലയാളത്തിൽ നിന്നാടേ 5 ദിവസം കൊണ്ട് 200 കോടി എന്നൊക്കെ പറഞ്ഞ അത് മിക്സർ റെസ്പോൺസ് വെച്ച് എന്തോത്ര ഇത് രക്ഷയില്ല കേട്ടാ. ലാലേട്ടൻ്റെ ബോക്സ് ഓഫീസ് പവർ ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നെ, 5 ദിവസം കൊണ്ട് 200 കോടിയെ, അത് ഇത്ര വിവാദങ്ങളുടെ നടുവിൽ. എൻ്റെ പൊന്നെ, എന്തോന്നര ഇത് കൊല്ലത്തൂക്ക് തന്നെ കേട്ടാ. ഇനി അതേ നടക്കുള്ളൂ, നമുക്ക് പ്രൊമോഷൻ നടക്കാം. അതൊക്കെ കുറേ എണ്ണം താഴെ ഒന്ന് കമൻറ്റ് ഇടും. നീ ഇത്ര ദിവസം അതിനെ തള്ളി പറഞ്ഞില്ലേ, ഇപ്പം നിനക്ക് രക്ഷയിലും തോന്നിയപ്പോഴാണ് നീ വീഡിയോ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് കുറേ പറയും. അതൊന്നും കുഴപ്പമില്ലടാ. നമ്മൾക്ക് ഇപ്പോൾ ഒരു സിനിമ നമ്മളിപ്പം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം. ഞാൻ പടം കൊള്ളില്ലെന്ന് പറഞ്ഞാൽ പടത്തിൽ എൻ്റെ അഭിപ്രായം. കളക്ഷൻ ഇത്ര കയറിയെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതിൻ്റെ അത്രയ്ക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ കളക്ഷൻ കയറിയത്. അപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞില്ല കാര്യമുണ്ട്. അത് കോടിക്കണക്കിന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ ഇത്രയും പൈസ കയറുന്നത്. അപ്പോൾ നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യണേ. എൻ്റെ കണ്ണുകളിൽ പോയടേ. സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. 5 ദിവസം കൊണ്ട് 200 കോടിയുടെ. അപ്പോൾ ഒരു 6-7 ദിവസം ആകുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രി ഹിറ്റ് ആകില്ല. ശരി ഓക്കേടാ. അപ്പം ശരി, പിന്നെ ഒന്നും നോക്കാനില്ല, നമ്മൾ പ്രൊമോഷൻ തന്നെ. ഓക്കെ, ബൈ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പം 5 ദിവസം കൊണ്ടാണ് എമ്പുരാൻ 200 കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ളത്. ഇതുവരെ അതിൻ്റെ ഇത് വെളി വന്നിട്ടില്ലെങ്കിൽ പോലും 5 ദിവസം കൊണ്ട് 200 കോടി ക്ലബ്ബിൽ കയറുന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. 5 ദിവസം കൊണ്ട് 200 കോടി നേടുന്ന ആദ്യത്തെ മലയാള ചിത്രം, അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചുരുക്ക സിനിമകൾ മാത്രമായിരിക്കും 5 ദിവസം കൊണ്ട് 200 കോടി നേടുന്നത്. നമ്മൾ 3 ദിവസം കൊണ്ട് 100 കോടി, 2 ദിവസം കൊണ്ട് 100 കോടിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ 5 ദിവസം കൊണ്ട് 200 കോടി നേടുന്നൊരു മലയാള ചിത്രം അത് നേടുമെന്ന് നമ്മൾ ഈ എമ്പുരാൻ ഇറങ്ങുന്നത് വരെ നമ്മൾ വിചാരിച്ചിട്ടില്ല. സിനിമ മൊത്തത്തിൽ ചിലപ്പോൾ 200-300 കോടി രൂപ നേടുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ 5 ദിവസം കൊണ്ട് 200 കോടി നേടുമെന്ന് നമ്മൾ വിചാരിച്ചു. അതൊക്കെ ഈ വിവാദങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിലാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പം എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് ഇത്രയും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. കാരണം ഒരാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണിത്. അതിപ്പോൾ മുരളി ഗോപിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മുരളി ഗോപി സിനിമയിലൂടെ പ്രകടിപ്പിച്ചതുപോലെ തന്നെ ഈ സിനിമ ഇഷ്ടപ്പെടാത്തവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടെ നിങ്ങൾ കൊടുക്കണം. അല്ലാതെ അതിൻ്റെ താഴെ വന്നിട്ട് സിനിമ കൊള്ളൂലെന്ന് നീ പറയുന്നത് നിനക്ക് എന്താണ് അഭിപ്രായം, നിന്റെ അഭിപ്രായമല്ല നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമ കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് പറയൂടെ. അതിപ്പോൾ സിനിമയുടെ നിലവാരം പോലെ ഇരിക്കും. സിനിമ കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയും, കൊള്ളൂലെങ്കിൽ കൊള്ളില്ലെന്ന് പറയും. പക്ഷേ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അത് എല്ലാവർക്കും ഒരേ അഭിപ്രായം ആവണമെന്നില്ല. എൻ്റെ അഭിപ്രായം അല്ല എല്ലാവർക്കും എന്നുള്ള കാര്യം ഇതിലൂടെ വെളിവായിരിക്കുകയാണ്. 200 കോടി രൂപ 5 ദിവസം കൊണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റുമോ മലയാള സിനിമയ്ക്ക്? സ്വപ്നം കാണാൻ പറ്റുമോ മലയാള സിനിമയ്ക്ക്? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ 5 ദിവസം കൊണ്ട് 200 കോടി എന്ന് പറഞ്ഞാൽ ഉറപ്പായും ഞാൻ പറയാം 6 ദിവസം കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം പോയി 7 ദിവസം കൊണ്ട് ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കും. അതിപ്പോൾ കേരളത്തിൽ നിന്നാണ് ഇൻഡസ്ട്രി ഹിറ്റ് വരുന്നതെങ്കിൽ പോലും 5 ദിവസം കൊണ്ട് 50 കോടി നേടിയ ചിത്രത്തിന് ഒരു 40 കോടി രൂപയും കൂടെ 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഒരു 40 കോടി രൂപ നേടണമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല. ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുക ഒരു 5-8 ദിവസത്തിനകത്ത് ഇൻഡസ്ട്രി ഹിറ്റ്, അതായത് കേരളത്തിൽ നിന്ന് ഇൻഡസ്ട്രിയിൽ ഹിറ്റ് അടിക്കും. പക്ഷേ മൊത്തത്തിലുള്ള ഇൻഡസ്ട്രി ഹിറ്റ് നോക്കുമ്പോഴത്തേക്ക് 225 കോടി രൂപ അടിച്ച മഞ്ഞുമൽ ബോയ്സിനെ കടത്തി വിട്ട വെറും 6 ദിവസം മതി. ഒരു ദിവസം കൂടെ മാത്രം മതി ഇനി മലയാള സിനിമയ്ക്ക്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മലയാള സിനിമയെ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. അല്ലാതെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് സിനിമയുടെ കളക്ഷൻ ഇത്രയും കിട്ടിയില്ല, തള്ളാണെന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ എന്നെ കിട്ടൂല. സിനിമ കൊള്ളാക്കി സിനിമയ്ക്ക് കളക്ഷൻ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ബുക്ക് മൈ ഷോ നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു മണിക്കൂറിന് 17,000, 18,000, 19,000, 20,000 ടിക്കറ്റ് വരെ വിറ്റ സമയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ടിക്കറ്റുകൾ വിറ്റയ്ക്ക് അതിനനുസരിച്ച് കളക്ഷൻ ഉണ്ടാവും. ഇന്ത്യയിൽ നിന്നും ഇങ്ങനെയാണെങ്കിൽ തന്നെ വെളിയിൽ ഗൾഫ് കൺട്രീസിൽ നിന്ന് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ലെവലിലാണ് ഇതിൻ്റെ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള ഗൾഫ് കൺട്രീസിനെ വെച്ചിട്ട് മലയാള സിനിമകളുടെ ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ 5 ദിവസം കൊണ്ട് എത്തിയ സിനിമയാണ് എമ്പുരാൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അത്രത്തോളം സിനിമയെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത്രത്തോളം ആൾക്കാർ അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. മലയാള സിനിമയെ ഹോളിവുഡ് നിലവാരത്തിലോട്ട് എത്തിച്ച സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജ് അഭിമാനം അർഹിക്കുന്നു. അത് ഉറപ്പാണ്. കാരണം സിനിമയുടെ ഉള്ളടക്കത്തിലല്ല, സിനിമയുടെ ക്വാളിറ്റി, സിനിമ എങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്, അതൊരു ഹോളിവുഡ് സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. ഞാൻ റിവ്യൂ ഇട്ടപ്പോഴും പറഞ്ഞാണ് ആ സിനിമ എങ്ങനെയാണോ എടുത്തു വെച്ചിരിക്കുന്നത് അതിന് ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ സിനിമയുടെ ഉള്ളടക്കത്തിന് ചിലപ്പോൾ പലർക്ക് പല അഭിപ്രായങ്ങൾ കണ്ടെന്ന് വരാം. പക്ഷേ സിനിമയുടെ ചിത്രീകരിച്ചിരിക്കുന്ന വേർഷൻ, അതായത് ചിത്രീകരിച്ചിരിക്കുന്ന ക്വാളിറ്റി, അതൊരു ഹോളിവുഡ് നിലവാരത്തിലുള്ള ക്വാളിറ്റി തന്നെയാണ്. അത് ഞാൻ കണ്ടതാണ്. അത് ഞാൻ നിങ്ങളുടെ തന്ന് എൻ്റെ റിവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ മേക്കിംഗ് ഒക്കെ കൊള്ളാം, പക്ഷേ ഉള്ളടക്കത്തിലായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ മാത്രം മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ അങ്ങനെ ആ സിനിമയെ സമീപിച്ച
സമീപിച്ച സാഹചര്യമോ അല്ലെങ്കിൽ സമീപിച്ച രീതിയും ശരിയായില്ല. ആ സിനിമയെ സമീപിക്കേണ്ട രീതി വേറെയായിരുന്നു. ആ സിനിമയ്ക്ക് നമ്മൾ ഞാൻ മോഹൻലാലിന്റെ ഒരു അടിപ്പടം കാണാൻ പോകുന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ലൂസിഫറിന്റെ 2ാം ഭാഗം കാണണമെന്നുള്ള രീതിയിൽ പോയി കണ്ടതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ നല്ലൊരു മേക്കിംഗ് ക്വാളിറ്റിയുള്ള മലയാളത്തിൽ ബോളിവുഡ് നിലവാരത്തിലുള്ള ഒരു സിനിമ അല്ലെങ്കിൽ ഹോളിവുഡ് നിലവാരത്തിലുള്ള ഒരു സിനിമയുടെ മേക്കിംഗ് നമുക്ക് കാണണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ എത്തണം, അങ്ങനെ ഒരു സിനിമ ആയിരിക്കും ഇത്, അധികം മാസ് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ആ സിനിമയ്ക്ക് സമീപിച്ചതെങ്കിൽ ചിലപ്പോൾ എന്റെ റിവ്യൂ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അത് ഞാൻ ആ സിനിമ വേറെ ആരും പറഞ്ഞിട്ടില്ല, മാസ് സീനുകൾ കൂടുതലുണ്ടെന്നൊന്നും അവർ പ്രൊമോഷനിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളത് ലൂസിഫറിന്റെ 2nd ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് അങ്ങനെ ആയിരിക്കും നമ്മൾ ആ സിനിമ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പം ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും ഈ സിനിമയ്ക്ക് എന്തെങ്കിലും മോശമായിട്ട് എൻ്റെ റിവ്യൂ ആർക്കെങ്കിലും വിഷമമായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് എൻ്റെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. മോഹൻലാൽ ഇപ്പം ഖേദം പ്രകടിപ്പിച്ചതുപോലെ. കാരണം ഒരു മിസ്റ്റേക്ക് പറ്റി. എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും. അവരുടെ കാഴ്ചപ്പാടിനെ കൂടെ ഞാൻ വിലയിരുത്തി കാണണമായിരുന്നു. അപ്പം ഞാൻ പറയുകയാണ്, ഇതുപോലൊരു മലയാള സിനിമ ഇത്രയും കളക്ഷൻ നേടുന്ന ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള കാര്യം തെളിയിച്ചു തന്നിരിക്കുകയാണ് മോഹൻലാൽ. എല്ലാ മലയാള ചിത്രങ്ങൾക്കും ഇല്ല, ലാലേട്ടൻ ചിത്രങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു റഷ് ഈ സിനിമയ്ക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വിവാദങ്ങൾ കൂടെ ആ സിനിമയെ ബാധിക്കുന്നുണ്ട്, ആ സിനിമയുടെ കളക്ഷനെ ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പം ഈ സിനിമ എനിക്ക് 100% ഉറപ്പുണ്ട് 6 ദിവസം കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം 7 ദിവസം കൊണ്ട് മഞ്ഞുമൽ ബോയ്സ് ഇട്ട റെക്കോർഡ് മറികടക്കും. അത് വേൾഡ് വൈഡായിട്ട് തന്നെ ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഏകദേശപ്പെട്ട എല്ലാ വിദേശ രാജ്യങ്ങളിലും 5 ദിവസത്തോടു കൂടി തന്നെ ആ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അമേരിക്ക എടുത്താലും ന്യൂസിലൻഡ് എടുത്താലും സ്വിറ്റ്സർലാൻഡ് എടുത്താലും അവിടെ എല്ലാം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്നുള്ള നിലയിൽ 5 ദിവസം കൊണ്ട് തന്നെ എമ്പുരാൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് അത്രത്തോളം ആളുകൾ സ്വീകാര്യത ഉണ്ട്. അത്രയ്ക്ക് ആൾക്കാർ അതിനെ സ്വീകരിക്കുന്നുണ്ട്. അതിപ്പോൾ വിവാദത്തിന്റെ പശ്ചാത്തലമാണെങ്കിലും അതിന്റെ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടാണെങ്കിലും അത് ആൾക്കാർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതിപ്പോൾ ഏത് റിവ്യൂവർ ആണെങ്കിലും സിനിമയിൽ എനിക്ക് ചിലപ്പോൾ ആ സിനിമയിൽ വിയോജിപ്പുണ്ടെന്ന് കരുതി എല്ലാവർക്കും ആ സിനിമയ്ക്ക് വിയോജിപ്പുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല. അതാണിപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. പലർക്കും പല റിവ്യൂവേഴ്സിനും പല രീതിയിലുള്ള വിമർശനങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ പോലും ഈ സിനിമയെ അവരിൽ കൂടുതൽ ആളുകൾ അതിനെ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം 10 പേര് എതിരഭിപ്രായം പറഞ്ഞാൽ 100 പേരെ അതിനെ സ്വീകരിക്കുന്നുള്ളതിനുള്ള തെളിവാണ്, അല്ലെങ്കിൽ 1000 പേരെ അതിനെ സ്വീകരിക്കുന്നുള്ള തെളിവാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ്. ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് ആവുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ 500 കോടി അടിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. കാരണം